ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സംസ്ഥാനം. കോൺഗ്രസിന് വലിയ മുന്നേറ്റം പ്രവചിച്ച് പല സർവേകളും ഇതിന് മുൻപ് വന്നു എങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്ന CNN ന്യൂസ് 18 സർവേ ഫലം നൽകുന്ന സൂചന കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ സീറ്റ് നില എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലയിലേക്ക് നമുക്ക് പോകാം. 2019 25 സീറ്റിൽ മത്സരിച്ച BJP 23 സീറ്റ് നേടി. ഒപ്പം തന്നെ ശിവസേന, അന്ന് ശിവസേന രണ്ട് ഭാഗമല്ല ഒന്നേ ഉള്ളൂ, ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള അവിഭക്ത ശിവസേന 18 സീറ്റ് നേടി. അങ്ങനെ ടോട്ടൽ 41 സീറ്റാണ് 48-ൽ NDA സഖ്യം 2019 നേടിയത്. NCPയും കോൺഗ്രസും അടക്കമുള്ള മറ്റുള്ളവർ നേടിയത് 7 സീറ്റാണ്. സമാനമായ ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പുതിയതായി വന്ന സർവേ ഫലത്തിൽ 48-ൽ NDA സഖ്യം 41 സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ, അതായത് NCP അടക്കമുള്ള മറ്റുള്ളവർ 7 സീറ്റ് നേടുമെന്നും പറയുന്നു. അതായത് 2019 തനിയാവർത്തനം തന്നെ 2024 ആവർത്തിക്കുമെന്ന് മഹാരാഷ്ട്രയിൽ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചു 21 സീറ്റ് വരെ ചില സർവേകൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പ്രവചിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വലിയ മുന്നേറ്റം തന്നെ NDA ഉണ്ടാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.